സ്ലോർ റൈസ് അപ്പ് ദൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈസ്റ്ററിനെ കുറിച്ചാണ്. നാളെ ഉയർപ്പിൻ്റെ ദിനങ്ങളാണ്. അതായത് ഒരു പരാജിതനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു എഴുന്നേൽപ്പാണ്. ആ ഒരു പരാജയ സമയത്ത് ചുറ്റുമുള്ളവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുമെല്ലാം ബാധിച്ചൊരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ആ ഒരു വ്യക്തിയെ പല ആൾക്കാരും ആ വ്യക്തിയുടെ കൂടെ പല ആൾക്കാരും ഉണ്ടായിരുന്നു അയാളുടെ നല്ല സമയങ്ങളിൽ. പക്ഷേ നല്ലൊരു മോശം സമയം വന്നപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പിന്മാറി. ആ വ്യക്തിയെ പുച്ഛിക്കാനും കളിയാക്കാനും തുടങ്ങി. ആ വ്യക്തിയുടെ വാക്കുകൾക്കോ അന്ന് ആ വ്യക്തി പഠിപ്പിച്ച കാര്യങ്ങൾക്കോ പിന്നീട് വിലയില്ലാണ്ടായി. പലപ്പോഴും പല ആൾക്കാരുടെ ലൈഫിൽ ഇത് തന്നെയായിരിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒരു ശതമാനം കുറച്ച് നാൾ വരെ പല ആൾക്കാരുടെ കാര്യങ്ങളിലും പ്രോത്സാഹനമായിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് അത് സക്സസ് ആവില്ലെന്ന് കാണുമ്പോൾ പലരും പുച്ഛവും കളിയാക്കലും ഉണ്ടാകും. പക്ഷെ എന്നാൽ അവസാനം വരെ പിടിച്ച് നിൽക്കുന്നവനാണ് വിജയം എന്നുള്ളത് ഇതിൽ ഈ ഈസ്റ്ററിൻ്റെ നമുക്കൊരു മെസ്സേജായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ലോകത്തെ ജയിച്ചവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി വന്നുപോയ വഴികൾ, അതായത് സ്വയം തന്നെ എളിമപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് തൻ്റെ ഇത് സൃഷ്ടിച്ചിട്ടാണ്, ഒരു ഹിസ്റ്ററി സൃഷ്ടിച്ചിട്ടാണ് ആ വ്യക്തി കടന്നുപോയത്. അതുപോലൊരു വ്യക്തി ഈ ലോകത്ത് ഇന്നവരെ ജനിച്ചിട്ടുമില്ല. പലപ്പോഴും ഏറ്റവും കൂടുതൽ പരിഹാസവും കുറ്റപ്പെടുത്തലും ഏറ്റൊരു വ്യക്തി എന്ന നിലയിൽ ജീസസ് ക്രൈസ്റ്റ് പിന്നീട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തമായൊരു തിരിച്ചുവരവാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പലരുടെ പ്രതീക്ഷകൾക്കപ്പുറം ഉയരത്തിൽ അയാൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം. താങ്ക് യു.